വൈകിട്ട് കേക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരാഗ്രഹം കപ്പ വറുത്ത കഴിക്കാൻ. പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കില്ല, നേരെ അടുക്കളയിൽ പോയി കപ്പ എടുത്തു കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എടുത്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളമായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കപ്പയുടെ പകുതി മാത്രം എടുത്തുള്ളൂ കേട്ടോ. കപ്പ അരിയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു. ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ എപ്പോൾ അരിഞ്ഞാലും എനിക്ക് ഈ പണി കിട്ടാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം നീളത്തിൽ അരിഞ്ഞ് വെച്ച കപ്പയ്ക്കകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കാം കേട്ടോ. കൈയിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിയുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരി പറ്റുന്ന പോലെയാണ് കേട്ടോ പറ്റിയത്. അതാകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് കുറവാണ്. അതിനുശേഷം ഇത് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ എടുത്താൽ അത്രയും ബെറ്റർ. ഇതിൻ്റെ പാകം അറിയുന്നത് ഇതിൻ്റെ ഈ കൊമളകൾ നിൽക്കുന്ന സമയത്താട്ടോ ഇത് വെന്തെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത്. എനിക്ക് കുറച്ച് എരിവുള്ള കൊള്ളി വറുത്താണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഉപ്പ് പുരട്ടിയിട്ടാട്ടോ ഈ കപ്പ വറുത്തത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അങ്ങനെ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടി ഇടുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ്. പിന്നെ നമ്മൾ കുറച്ച് കരിവേപ്പില എടുത്ത് ആ എണ്ണയ്ക്ക് അതിട്ട് തന്നെ വറുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് നേരെ നമ്മൾ വറുത്ത് വെച്ച കപ്പുറത്തിനകത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എരിവ് ഉപ്പും ഒക്കെ പാകത്തിനായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ടാറ്റാ.